സാധാരണയായി നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട് വരുമ്പോൾ, അവിടെ വളരെ കൃത്യമായൊരു ഉത്തരം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, അല്ലേ? അതായത് അതൊരു എഞ്ചിനീയറിംഗ് പ്രശ്നം പരിഹരിക്കുന്നത് പോലെയാണ്. താങ്കളുടെ കൈ ഒടിഞ്ഞാൽ ഡോക്ടർ ഒരു എക്സ്റേ എടുക്കാൻ പറയും. അതെ, കൃത്യമായിട്ട്. എക്സ്റേ ഫിലിമിൽ നോക്കുമ്പോൾ ആ ഒടിവ് ഒരു വെളുത്ത വരയായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡോക്ടർ അത് ചൂണ്ടിക്കാണിച്ചു പറയും, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അവിടെ യാതൊരു അവ്യക്തതയുമില്ല. ശരിയാ, അതൊരു ബൈനറിയാണ്. അതായത് ഒന്നെങ്കിൽ കൈ ഒടിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒടിഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായ കറുപ്പും വെളുപ്പും മാത്രമുള്ളൊരവസ്ഥ. സത്യം പറഞ്ഞാൽ ആ ഒരു വ്യക്തത രോഗിക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. തീർച്ചയായും. കാര്യങ്ങൾ നേരിട്ട് കാണാനും അവയെ കൃത്യമായി തരംതിരിക്കാനും നമ്മൾ മനുഷ്യരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ എക്സ്റേ മെഷീൻ എടുത്തുകൊണ്ട് മനുഷ്യന്റെ ചിന്തകളുടെയും വൈകാരികമായ ആഘാതങ്ങളുടെയും അല്ലെങ്കിൽ ആത്മീയമായ പ്രതിസന്ധികളുടെയും ലോകത്തേക്ക് കടന്നാലോ? ആ മെഷീൻ അവിടെ പ്രവർത്തിക്കില്ല. നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങൾ വളരെ സങ്കീർണവും പലപ്പോഴും പിടിതരാത്തതുമായി മാറും. അവിടെയാണ് നമ്മൾ ശരിക്കും കുഴങ്ങിപ്പോകുന്നത്. മനുഷ്യന്റെ ചിന്താമണ്ഡലമെന്നത് എക്സ്റേയിൽ കാണുന്നതുപോലെ അത്ര ലളിതമല്ലല്ലോ. എന്താ പറയാ, അവിടെ കേവലം കറുപ്പും വെളുപ്പും മാത്രമല്ല ഉള്ളത്, നൂറുകണക്കിന് ഗ്രേ ഷേഡുകൾ കൂടിയുണ്ട്. അതെ, കൃത്യം. അതുകൊണ്ടുതന്നെ താങ്കൾക്കായി തയ്യാറാക്കിയ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് സ്വാഗതം. ഇതൊരു വെറും വിവരശേഖരണമല്ല, മറിച്ച് നമ്മുടെയൊക്കെ ചിന്താമണ്ഡലത്തെ, നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ പുനർനിർമ്മിക്കാനുള്ള ഒരു യാത്രയാണ്. തീർച്ചയായും. ഇന്ന് നമ്മൾ ഈ വിശകലനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഖുറാനിലെ സൂറ ഫുസ്സിലത്തിലെ, അതായത് 41 അധ്യായത്തിലെ 33 മുതൽ 44 വരെയുള്ള ചില വരികളാണ്. ഇതൊരു മതപരമായ പാഠം എന്നതിലുപരി എന്തു വിശ്വസിക്കണം എന്നതിനേക്കാൾ എങ്ങനെ ചിന്തിക്കണം എന്ന് പഠിപ്പിക്കുന്ന അതിശയകരമായ ഒരു പാഠ്യപദ്ധതിയാണ്. വളരെ കൃത്യമായൊരു നിരീക്ഷണമാണത്. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ വിശ്വാസങ്ങളും പുറമെയുള്ള പ്രവൃത്തികളും തമ്മിലുള്ള ബന്ധം, കടുത്ത പ്രതിസന്ധികളിലും സമ്മർദ്ദങ്ങളിലും പോലും വ്യക്തമായി ചിന്തിക്കാനുള്ള കഴിവ്, പിന്നെ ചുറ്റും നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ആഴത്തിൽ വായിച്ചെടുക്കാനുള്ള പാഠവും, ഇതൊക്കെ ഈ പ്രാചീന ഗ്രന്ഥം ആധുനിക മനുഷ്യന് എങ്ങനെയാണ് വിശദീകരിച്ചു തരുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണത്തിന്റെ ദൗത്യം. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ലോകത്തോട് സംസാരിക്കുന്നതിനു മുൻപ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ ചിന്തകളെയും അസ്തിത്വത്തെയും എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നതിൽ നിന്നാണ് ഈ ഗ്രന്ഥം തുടങ്ങുന്നത്. 33 വചനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണത്? ഒരാളുടെ വാക്ക്, പ്രവൃത്തി, അസ്തിത്വം എന്നിവയെക്കുറിച്ചാണത്. ശരിയായ കാര്യങ്ങൾ പറയുകയും നല്ലത് പ്രവർത്തിക്കുകയും അതോടൊപ്പം ഞാൻ ദൈവത്തിന് കീഴ്പ്പെടുന്നവരിൽ പെട്ടവനാണ് എന്ന് സ്വന്തം അസ്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ ഏറ്റവും മികച്ചവനായി അവതരിപ്പിക്കുന്നത്. വൗ, ഇതിന്റെ മനഃശാസ്ത്രപരമായ തലം വളരെ വലുതാണ്. ഈ വചനം യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് ആന്തരികമായ ഒരു ഏകോപനമാണ്. അതായത് ഒരു ഇന്റേണൽ അലൈൻമെന്റ്. താങ്കൾ വിശ്വസിക്കുന്ന കാര്യവും താങ്കൾ സമൂഹത്തോട് പറയുന്ന കാര്യവും താങ്കൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യവും ഒരേ രേഖയിലായിരിക്കണം. ശരിയാ. ഇവ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനിൽ കോഗ്നിറ്റീവ് ഡിസോണൻസ് അഥവാ മാനസികമായ വലിയൊരു സംഘർഷം ഉടലെടുക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ ചേർച്ചയില്ലാതെ വരുമ്പോൾ അത് താങ്കളുടെ ചിന്താശേഷിയെ വല്ലാതെ തളർത്തിക്കളയും. ചിന്തകളെ എങ്ങനെ ഏകോപിപ്പിക്കാമെന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠമാണിത്. എനിക്ക് മനസ്സിലായി. അതായത് ഇതൊരു വാഹനത്തിന്റെ അലൈൻമെന്റ് തെറ്റിയതുപോലെയാണല്ലേ. നമ്മൾ സ്റ്റിയറിംഗ് ഒരു വശത്തേക്ക് തിരിക്കുന്നു, പക്ഷെ ടയറുകൾ മറ്റൊരു വശത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ വണ്ടി സുഗമമായി മുന്നോട്ടു പോവില്ല. ഒരിക്കലുമില്ല. പോകാതിരിക്കുക മാത്രമല്ല, വണ്ടിക്കുള്ളിലിരിക്കുന്ന ആൾക്ക് അതൊരു വലിയ സ്ട്രെസ് നൽകുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാത്ത അവസ്ഥയും. വളരെ കൃത്യമായ ഉപമ. ആ സ്ട്രെസ്സാണ് ഈ പറഞ്ഞ കോഗ്നിറ്റീവ് ഡിസോണൻസ്. വണ്ടി മുന്നോട്ടു പോകാത്തത് മാത്രമല്ല പ്രശ്നം, എഞ്ചിന് വലിയ തകരാറ് സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉള്ളിലെ വിശ്വാസവും പുറമേയുള്ള പ്രവൃത്തിയും ഒന്നായിരിക്കണമെന്ന് പറയുന്നത്. അതെ. എന്നാൽ ഉള്ളിലെ ചിന്തകളെ ക്രമീകരിക്കുക എന്നു പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കാരണം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും പലതരം ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 36 വചനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പെട്ടെന്നു കടന്നുവരുന്ന അനാവശ്യ ചിന്തകളെയും ഉൾപ്രേരണകളെയും കുറിച്ച്.
അറബിയിൽ ഇതിനെ നസ്ഗ് എന്നാണ് വിളിക്കുന്നത്. ഈ വചനം പറയുന്നത് അത്തരം ചിന്തകൾ വരുമ്പോൾ ദൈവത്തോട് ശരണം തേടണം എന്നാണ്. അതെ, ഈ നെസ്ഗ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പുറത്തുനിന്ന് നമ്മിലേക്ക് കുത്തിവയ്ക്കപ്പെടുന്ന നമ്മുടേതന്നാത്ത ചിന്തകളെയാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യമോ വെറുപ്പോ അസൂയയോ ഒക്കെ ഉണ്ടാക്കുന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നു. ആ ചിന്ത ശരിക്കും താങ്കളുടേതാണോ? അല്ല, അത് പുറത്തുനിന്നുള്ളൊരു ഇടപെടലാണ്. ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ചിന്തകളെ വെറുതെ അവഗണിക്കാനല്ല, മറിച്ച് അവയുടെ ഉറവിടം തിരിച്ചറിയാനാണ്. ഒന്ന് നിൽക്കണേ, അപ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും എന്റേതല്ല എന്നാണോ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മൾ ഇന്റർനെറ്റിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ പെട്ടെന്ന് വരുന്ന പോപ്പപ്പ് പരസ്യങ്ങൾ പോലെയല്ലേ ഇത്? എന്റെ സ്ക്രീനിലാണത് വന്നത്, പക്ഷെ ഞാനല്ലാതെ തിരഞ്ഞെടുത്തത്. കൃത്യമായി പറഞ്ഞു. ആ പോപ്പപ്പ് പരസ്യം താങ്കളുടേതല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് മാറ്റം തുടങ്ങുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ മെറ്റാകോഗ്നിഷൻ എന്നു വിളിക്കും. അതായത് ചിന്തകളെക്കുറിച്ചുള്ള ചിന്ത. ഓ, ചിന്തകളെക്കുറിച്ചുള്ള ചിന്ത. അതെ, ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ആ ചിന്തയിൽ ഒഴുകിപ്പോകാതെ മാറി നിന്നുകൊണ്ട് ഈ ചിന്ത എവിടെ നിന്ന് വന്നു, ഇത് എന്റെ മൂല്യങ്ങളുമായി ചേർന്നു നിൽക്കുന്നതാണോ എന്ന് സ്വയം ചോദിക്കാനുള്ള കഴിവ്. ഇതൊരു വളരെ ഉയർന്ന ചിന്താശേഷിയാണ്. ശരിക്കും. അത്തരം ഘട്ടങ്ങളിൽ ദൈവത്തോട് ശരണം തേടുക എന്ന് പറയുന്നത് കേവലം ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് ആ തരംതാണ പോപ്പപ്പ് ചിന്തകളിൽ നിന്ന് താങ്കളുടെ മനസ്സിനെ കൂടുതൽ ഉയർന്നൊരു തലത്തിലേക്ക് മാറ്റിപ്രതിഷ്ഠിക്കുന്ന, സ്വയം റീബൂട്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉള്ളിലെ ചിന്തകളെ അലൈൻ ചെയ്യാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സഹായിക്കുമെന്ന് വെക്കാം. എന്നാൽ നമ്മൾ പുറത്തിറങ്ങുന്നു, ലോകവുമായി ഇടപഴകുന്നു. അപ്പോൾ ഈ ആന്തരികമായ അലൈൻമെന്റ് മാത്രം മതിയോ? പുറത്തുനിന്നുള്ള വെല്ലുവിളികളെയും ശത്രുതയെയും നാം എങ്ങനെ നേരിടും? നല്ല ചോദ്യമാണ്. 34-ാം വചനം പറയുന്നത് തിന്മയെ അതിനേക്കാൾ മികച്ച നന്മ കൊണ്ട് നേരിടണമെന്നാണ്. കാരണം തിന്മയും നന്മയും ഒരിക്കലും തുല്യമല്ല. ഇത് ശരിക്കും മനുഷ്യന്റെ സ്വാഭാവികമായ പ്രതികരണത്തിന് വിരുദ്ധമല്ലേ? തീർച്ചയായും വിരുദ്ധമാണ്. ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടുക എന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് അഥവാ ഡീഫോൾട്ട് പ്രതികരണമാണ്. ഇതിനെ റിയാക്റ്റീവ് തിങ്കിംഗ് എന്ന് പറയാം. അവരെന്ത് ചെയ്യുന്നു, നമ്മളത് തിരിച്ചു ചെയ്യുന്നു. അതെ, നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യാറ്. എന്നാൽ ഈ വചനം ആവശ്യപ്പെടുന്നത് ജനറേറ്റീവ് തിങ്കിംഗ്, അതായത് ഉൽപ്പാദനപരമായ ചിന്തയിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ്. അതായത് ആ ഓട്ടോമാറ്റിക് പ്രതികരണത്തെ അവിടെ വെച്ച് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവർക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് പ്രതികരണമാണ് ഇവിടെ ക്രിയാത്മകമായൊരു മാറ്റമുണ്ടാക്കുക എന്ന് ചിന്തിക്കുക. ശത്രുതയെ ശത്രുത കൊണ്ട് നേരിട്ടാൽ അവിടെ പുതിയതായി ഒന്നും ഉണ്ടാകുന്നില്ല, പഴയത് തന്നെ ആവർത്തിക്കപ്പെടുന്നു. എനിക്കിവിടെ ചെറിയൊരു വിയോജിപ്പുണ്ട്. അതായത് തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നത് കേൾക്കാൻ വളരെ നല്ലതാണ്, ആദർശപരമായി അത് മികച്ചതുമാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഉദാഹരണത്തിന്, ഞാൻ ട്രാഫിക്കിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരാൾ വളരെ അലക്ഷ്യമായി വന്ന് എന്റെ വണ്ടിയിൽ ഇടിക്കുകയും പോരാത്തതിന് എന്നെ നോക്കി മോശമായി ചീത്ത വിളിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക. ആ നിമിഷത്തിൽ എന്റെ രക്തം തിളയ്ക്കുന്ന ആ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ ഇയാളോട് ഞാൻ ഏറ്റവും മികച്ച നന്മ കാണിക്കണം എന്ന് ചിന്തിക്കാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയുമോ? അതൊരു അപ്രായോഗികമായ ഉപദേശമല്ലേ? താങ്കൾ ചോദിച്ചത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. ആ ദേഷ്യത്തിന്റെ നിമിഷത്തിൽ അങ്ങനെ ചിന്തിക്കുക എന്നത് തീർച്ചയായും എളുപ്പമുള്ള കാര്യമല്ല. ആ ബുദ്ധിമുട്ട് ഈ ഗ്രന്ഥത്തിന് കൃത്യമായി അറിയാം. ആണോ? അതെ, അതുകൊണ്ടാണ് തൊട്ടടുത്ത 35-ാം വചനത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നത്. ഈ ഒരു കഴിവ് സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നല്ല എന്ന് ആ വചനം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ 2 കാര്യങ്ങൾ അനിവാര്യമാണ്. 1, സബർ അഥവാ നിരന്തരമായ ക്ഷമയും സഹിഷ്ണുതയും. 2, ഹിൽ അലീം അഥവാ വലിയൊരു ആന്തരിക മൂലധനം അല്ലെങ്കിൽ മാനസികമായൊരു സമ്പത്ത്. ആന്തരിക മൂലധനം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ പ്രയോഗമാണല്ലോ. അതായത് സമ്മർദ്ദഘട്ടങ്ങളിൽ കൃത്യമായി ചിന്തിക്കാൻ കഴിയുക എന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു ഗുണമല്ല. അതൊരു കോഗ്നിറ്റീവ് ഡിസിപ്ലിനാണ്. ഇതൊരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ് താങ്കൾ കാണേണ്ടത്. ശാന്തമായ നിമിഷങ്ങളിൽ, താങ്കൾക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത സമയങ്ങളിൽ താങ്കൾ സ്വരൂപിച്ചെടുക്കുന്ന ആന്തരിക മൂലധനം എത്രത്തോളമുണ്ടോ അത്രത്തോളം മികച്ചതായിരിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലെ താങ്കളുടെ പ്രതികരണങ്ങൾ. ഓ, അങ്ങനെയാണല്ലേ? അതെ, നിരന്തരം ക്ഷമ ശീലിക്കുകയും ചിന്തകളെ നിയന്ത്രിക്കാൻ പരിശീലിക്കുകയും ചെയ്തൊരു വ്യക്തിക്ക് മാത്രമേ ട്രാഫിക്കിൽ ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ ഉയർന്ന നിലവാരമുള്ള ഒരു പ്രതികരണം പുറത്തെടുക്കാൻ കഴിയൂ. പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റ്
ഇന്നു മുതൽ ഞാൻ നന്മ മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ലത്. അതിന് പ്രയർ ഇൻവെസ്റ്റ്മെന്റ് അഥവാ മുൻകൂർ നിക്ഷേപം ആവശ്യമാണ്. ആ ബാങ്ക് അക്കൗണ്ട് ഉപമ വളരെ കൃത്യമാണ്. നമ്മൾ നിക്ഷേപിക്കാത്ത ഒന്നും നമുക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും സങ്കീർണമാക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ആന്തരിക മൂലധനമൊക്കെ ഉപയോഗിച്ച് എത്രയൊക്കെ ക്ഷമ കാണിച്ചാലും ലോകം നമ്മളോട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറണമെന്നില്ലല്ലോ. തീർച്ചയായുമില്ല. ആളുകൾ നമ്മെ അഹങ്കാരത്തോടെ തള്ളിക്കളയുകയും അപമാനിക്കുകയും ചെയ്തേക്കാം. ആ സമയത്ത് നമ്മൾ മാനസികമായി തളർന്നു പോകില്ലേ? ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട് അഥവാ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്ങനെ മാറ്റണം എന്നാണ് 38-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അഹങ്കാരികളെ കണ്ടില്ലെന്ന് നടിക്കാനല്ല അവിടെ പറയുന്നത്. മറിച്ച് രാവും പകലും ക്ഷീണമില്ലാതെ ദൈവത്തെ പ്രകീർത്തിക്കുന്ന മാലാഖമാരെ ഒരു മാനദണ്ഡമാക്കാനാണ്. അതെ, മനുഷ്യരുടെ സ്വഭാവം എന്താണെന്നാൽ അവരെപ്പോഴും തങ്ങൾക്ക് ചുറ്റുമുള്ളവരെയാണ് തങ്ങളുടെ റെഫറൻസ് പോയിന്റായി കാണുന്നത്. എന്തുകൊണ്ടാണ് മറ്റൊരാൾ നമ്മളെ തള്ളിക്കളയുമ്പോൾ നമുക്കിത്രയും വലിയ നിരാശയുണ്ടാകുന്നത്? കാരണം അവരുടെ അംഗീകാരം നമുക്ക് പ്രധാനമാണ്. കൃത്യം, അവരുടെ അംഗീകാരമാണ് വലുത് എന്ന് നാം ചിന്തിക്കുന്നു. അവരുടെ അഭിപ്രായമാണ് നമ്മുടെ ലോകത്തെ നിർണയിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ 38-ാം വചനം പറയുന്നത് ആ ഫ്രെയിം മാറ്റാനാണ്. ഭൂമിയിലെ ഈ ചെറിയ അഹങ്കാരികളിൽ നിന്ന് താങ്കളുടെ ശ്രദ്ധയെ മാലാഖമാർ അധിവസിക്കുന്ന ആ ഉയർന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റുക. ഇവിടെയും എനിക്കൊരു സംശയമുണ്ട്. എന്റെ ബോസ് എന്നെ ഓഫീസിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നു എന്ന് കരുതുക. ആ സമയത്ത് ഞാൻ മാലാഖമാരെക്കുറിച്ച് ചിന്തിക്കുന്നത് വെറുമൊരു എസ്കേപ്പിസം അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ? ആ ചിന്ത എന്റെ ഓഫീസിലെ പ്രശ്നം പരിഹരിക്കില്ലല്ലോ. ഇതെങ്ങനെയാണ് പ്രായോഗികമായി എന്നെ സഹായിക്കുന്നത്? ഇതൊരിക്കലും ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് താങ്കളുടെ വൈകാരിക പ്രതികരണത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും മികച്ച മനഃശാസ്ത്രപരമായ ടൂളാണിത്. താങ്കളുടെ ബോസ് താങ്കളെ അപമാനിക്കുമ്പോൾ താങ്കളുടെ ലോകം ആ ഓഫീസും ആ ബോസും മാത്രമായി ചുരുങ്ങുകയാണെങ്കിൽ ആ അപമാനം താങ്കളെ പൂർണ്ണമായും തകർക്കും. അതെ, ശരിയാ. എന്നാൽ താങ്കളുടെ റഫറൻസ് പോയിന്റ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു വ്യവസ്ഥിതിയാണെങ്കിൽ ഈ ബോസ് വളരെ ചെറിയൊരു ഘടകം മാത്രമായി മാറും. വാവ്! അതായത് ഇതൊരു ക്യാമറയുടെ ലെൻസ് ഉപയോഗിച്ച് സൂം ഔട്ട് ചെയ്യുന്നത് പോലെയാണല്ലേ? നമ്മൾ വളരെ ചെറിയൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ആ ബോസിലേക്ക് മാത്രം സൂം ചെയ്ത് നിൽക്കുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി തോന്നും. ആ ഫ്രെയിമിൽ വേറെ ഒന്നുമില്ല. അതെ. എന്നാൽ ക്യാമറയുടെ ഫ്രെയിം വലുതാക്കുമ്പോൾ, വിശാലമായ ഒരു ലോകത്തേക്ക് നോക്കുമ്പോൾ, അവിടെ മാലാഖമാരും മറ്റു പ്രപഞ്ച സത്യങ്ങളുമൊക്കെ വരുമ്പോൾ ആ ബോസും അദ്ദേഹത്തിന്റെ അപമാനവും ആ വലിയ ഫ്രെയിമിലെ ഒരു ചെറിയ പൊടി പോലെയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കൃത്യമായി പറഞ്ഞു. ആ തിരിച്ചറിവാണ് താങ്കൾക്ക് വൈകാരികമായ സ്ഥിരത നൽകുന്നത്. മറ്റുള്ളവർ താങ്കളുടെ ഫ്രെയിം തീരുമാനിക്കുന്നതിന് മുൻപ് താങ്കൾ തന്നെ സ്വന്തം ഫ്രെയിം തിരഞ്ഞെടുക്കാനുള്ള ഒരു പരിശീലനമാണിത്. അതിനോടൊപ്പം തന്നെ 43-ാം വചനം മറ്റൊരു തലത്തിലുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് ചരിത്രബോധം. നിങ്ങൾക്ക് നേരെ വരുന്ന കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കേൾക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകരുത്. കാരണം മുൻഗാമികളായ പ്രവാചകന്മാരും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുന്നു. അതെ, താങ്കൾ അനുഭവിക്കുന്ന ഈ വേദന ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ല എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരാശ്വാസമുണ്ട്. തീർച്ചയായും. ചരിത്രപരമായ അവബോധം എപ്പോഴും നമ്മുടെ വർത്തമാനകാലത്തെ ഭയങ്ങളെയും ദുരന്തങ്ങളെയും ലഘൂകരിക്കുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ കാറ്റാസ്ട്രഫൈസിംഗ് എന്ന് പറയാം. ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ ലോകം അവസാനിച്ചേ എന്ന് ചിന്തിക്കുന്നതിനു പകരം ഇത് മനുഷ്യചരിത്രത്തിൽ പലരും നേരിട്ടിട്ടുള്ളതാണ്, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇത് സഹായിക്കും. ഈ ചരിത്രബോധം താങ്കളുടെ ചിന്തകൾക്ക് വലിയൊരു ആങ്കർ അല്ലെങ്കിൽ നങ്കൂരമായി പ്രവർത്തിക്കും. ശരി. അപ്പോൾ നമ്മൾ ഉള്ളിലെ ചിന്തകളെ ക്രമീകരിക്കുന്നതിനെക്കുറിച്ചും മനുഷ്യരുമായുള്ള ആശയവിനിമയങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെ നേരിടുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. ഇനി ഇതിൽ നിന്ന് മാറി പ്രപഞ്ചത്തെയും കാണാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളെയും നാം എങ്ങനെ നോക്കിക്കാണണമെന്ന് കൂടി ഈ ഗ്രന്ഥം വിവരിക്കുന്നുണ്ട്. അതെ. 37-ാം വചനം പറയുന്നത് സൂര്യനും ചന്ദ്രനും വെറും പ്രകൃതി പ്രതിഭാസങ്ങൾ മാത്രമല്ല, അവ അടയാളങ്ങളാണ് അഥവാ ആയത്തുകളാണ് എന്നാണ്. അവയുടെ സൗന്ദര്യത്തിലോ ശക്തിയിലോ ഭ്രമിച്ച് അവിടെ നിൽക്കാതെ അവയെ സൃഷ്ടിച്ച ശക്തിയിലേക്ക് താങ്കളുടെ ചിന്തകൾ പോകണമെന്നാണ് അവിടെ പറയുന്നത്. തുടർന്ന് 39-ാം വചനത്തിൽ പറയുന്നു, വരണ്ട ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ അത് പുനർജീവിക്കുന്നത് മരണാനന്തര ജീവിതത്തിനുള്ള ഒരു മാതൃകയാണ് എന്ന്.
അവിടെയാണ് ഉപമാനങ്ങളിലൂടെയുള്ള ന്യായവാദം അഥവാ അനലോഗിക്കൽ റീസണിംഗ് പ്രസക്തമാവുന്നത്. ഖുർആൻ എപ്പോഴും ഉപയോഗിക്കുന്ന വളരെ ശക്തമായൊരു ചിന്താരീതിയാണിത്. കാണാൻ കഴിയാത്ത കാര്യങ്ങളെ, ഉദാഹരണത്തിന് മരണാനന്തര ജീവിതം പോലെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ മനുഷ്യന് ചുറ്റും കാണുന്ന കാര്യങ്ങളെ ഒരു ഉപാധിയാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചെടികൾ മുളയ്ക്കുന്നതുമൊക്കെ. അത്തരം വ്യക്തമായ പ്രകൃതി പ്രതിഭാസങ്ങളെ എന്തിനാണ് അദൃശ്യമായ, ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്? അതൊരു മികച്ച ചോദ്യമാണ്. ഉപരിപ്ലവമായ ചിന്തകൾ ഒരു കാഴ്ചയിൽ മാത്രം ഒതുങ്ങും. അതായത്, ഒരു സാധാരണ മനുഷ്യൻ മഴ പെയ്യുന്നത് കാണുമ്പോൾ, ഓ നല്ല മഴ, പ്രകൃതി വളരെ മനോഹരമായിരിക്കുന്നു എന്ന് മാത്രം കരുതും. അത് ശരിയുമാണ്. അതെ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ചിന്തിക്കാറ്. എന്നാൽ ആഴത്തിലുള്ള ചിന്തകൾ ആ പ്രതിഭാസത്തിന്റെ സ്രോതസ് എന്താണെന്ന് അന്വേഷിക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നു. വരണ്ടുണങ്ങി മരിച്ചതുപോലെ കിടക്കുന്ന ഒരു ഭൂമിയിലേക്ക് വെള്ളം വീഴുമ്പോൾ അവിടെ ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ, ആ ജീവൻ നൽകാനുള്ള കഴിവ് ആ സിസ്റ്റത്തിനുണ്ടെങ്കിൽ, ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് വീണ്ടും ജീവൻ നൽകുക എന്നത് എങ്ങനെയാണ് അസാധ്യമാകുന്നത്? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ ഒറ്റയടിക്ക് അസാധ്യമെന്ന് തള്ളിക്കളയാതെ താങ്കളുടെ അനുഭവങ്ങളിലെ സമാനതകൾ വെച്ച് ചിന്തിക്കാനും താങ്കളുടെ ബുദ്ധിയുടെ അതിരുകളെ വികസിപ്പിക്കാനുമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഓ, മനസ്സിലായി. ഇതൊരു വഴിയിൽ ദിശാസൂചിക, അതായത് സൈൻ ബോർഡ് കാണുന്നത് പോലെയാണല്ലേ? വഴിയിലൊരു സൈൻ ബോർഡ് കണ്ടാൽ നമ്മൾ ആ ബോർഡിന്റെ ഭംഗി ആസ്വദിച്ച് അവിടെ തന്നെ നിൽക്കില്ലല്ലോ. ഇല്ല, തീർച്ചയായും ഇല്ല. ആ ബോർഡ് എങ്ങോട്ടാണോ വിരൽ ചൂണ്ടുന്നത്, ആ ദിശയിലേക്ക് നമ്മൾ യാത്ര തുടരും. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ വെറുമൊരു കാഴ്ചയായി കാണാതെ അവ വിരൽ ചൂണ്ടുന്ന വലിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. കൃത്യം. ആ പ്രകൃതി പ്രതിഭാസങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. അവ നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തുടക്കം മാത്രമാണ്. അപ്പോഴിനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇതിനർത്ഥമെന്താണ്? ഇതുവരെ നാം ചർച്ച ചെയ്ത ചിന്താരീതികളും യുക്തികളും ഒടുവിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ അന്തിമ തീരുമാനങ്ങളെ ഇതെങ്ങനെ സ്വാധീനിക്കുന്നു? 40-ാം വചനം വളരെ ഗൗരവമുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അന്ത്യദിനത്തിൽ സുരക്ഷിതമായി എത്തുന്നതാണോ അതോ നരകത്തിൽ വീഴുന്നതാണോ വേണ്ടത് എന്ന് തീരുമാനിക്കുക. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്ന്. ഒറ്റനോട്ടത്തിൽ ഇതൊരു ഭീഷണിയായി തോന്നാം. എന്നാൽ അതൊരു ഭീഷണിയല്ല, മറിച്ച് സ്വന്തം പ്രവൃത്തികളെ വിലയിരുത്താനുള്ളൊരു ക്ഷണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ഇതൊരു ഭീഷണിയല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിന്താരീതിയെ നമുക്ക് എൻ പോയിന്റിൽ നിന്ന് പുറകോട്ട് ചിന്തിക്കുക എന്ന് വിളിക്കാം. എൻഡ് പോയിന്റിൽ നിന്ന് പുറകോട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി നമ്മളതെങ്ങനെയാണ് ചെയ്യുന്നത്? വളരെ ലളിതമാണ്. താങ്കളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ അവസാന നിമിഷത്തിൽ താങ്കൾ ആരായിരിക്കണം? താങ്കളുടെ അന്തിമ ലക്ഷ്യം എന്താണ്? അത് സുരക്ഷിതമായൊരവസ്ഥയാണോ അതോ പരാജയമാണോ എന്ന് തീരുമാനിക്കുക. ഓക്കെ. എന്നിട്ട് ആ അന്തിമ ലക്ഷ്യത്തിൽ നിന്ന് ഇന്നത്തെ ഈ ദിവസത്തിലേക്ക്, ഈ നിമിഷത്തിലേക്ക് പുറകോട്ട് ചിന്തിക്കുക. ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഞാൻ പറയുന്ന ഈ വാക്ക് എന്നെ ആ ലക്ഷ്യത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്ന് സ്വയം ചോദിക്കുക. അന്തിമ ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്നത്തെ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. അതെ, ഇത് വളരെ ശക്തമായൊരു ചിന്തയാണ്. തുടർന്ന് 41-42 വചനങ്ങളിൽ ഈ ഗ്രന്ഥത്തെ എല്ലാ കോണുകളിൽ നിന്നും പരിശോധിക്കാൻ വെല്ലുവിളിക്കുന്നുണ്ട്. മുൻപിലൂടെയോ പിന്നിലൂടെയോ ഇതിൽ അസത്യം കടന്നു വരില്ല എന്ന് പറയുന്നു. അതായത്, ഈ ആശയങ്ങളെ കണ്ണടച്ചു വിശ്വസിക്കാനല്ല, മറിച്ച് കൃത്യമായി പരിശോധിക്കാനാണ് പറയുന്നത്. പരിശോധനകളില്ലാതെയുള്ള തിരസ്കരണം, വെറുതെ ഒന്നും അറിയാതെ തള്ളിക്കളയുന്നത് ഒരു ബൗദ്ധിക പരാജയമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെ, എന്ത് കാര്യവും പരിശോധിക്കാതെ തള്ളിക്കളയുന്നത് നിഷ്പക്ഷതയല്ല, അതൊരു തെറ്റായ തെരഞ്ഞെടുപ്പാണ്. ഒരു കാര്യത്തെ വിമർശിക്കുന്നതിനു മുൻപ് അതെന്താണെന്ന് ആഴത്തിൽ പഠിക്കാനുള്ള ബൗദ്ധിക സത്യസന്ധത അഥവാ ഇന്റലക്ച്വൽ ഹോണസ്റ്റി നമ്മൾ കാണിക്കണം. ഇനി അവസാനത്തെ 44-ാം വചനം, ഇതെന്നെ ശരിക്കും ചിന്തിപ്പിച്ച ഒന്നാണ്. ഇവിടെ പറയുന്നു, ഒരേ ഖുർആൻ വിശ്വാസിക്ക് വഴികാട്ടിയും രോഗശാന്തിയുമാകുമ്പോൾ അവിശ്വാസിക്കത് അന്ധതയും ബധിരതയുമാകുന്നു എന്ന്. വളരെ അകലെ നിന്ന് വിളിക്കപ്പെടുന്നതുപോലെയാണ് അവർക്കത് അനുഭവപ്പെടുന്നത്. എങ്ങനെയാണ് ഒരേ സന്ദേശം 2 പേർക്ക് 2 രീതിയിൽ അനുഭവപ്പെടുന്നത്? എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത് ഒരു റേഡിയോയുടെ കാര്യമാണ്. ആഹാ, അതെങ്ങനെയാ?
നമ്മൾ റേഡിയോ കൃത്യമായ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്തില്ലെങ്കിൽ എത്ര മനോഹരമായ പാട്ടാണെങ്കിലും അത് വെറും ഇരമ്പൽ അഥവാ സ്റ്റാറ്റിക്കായി മാത്രമേ നമുക്ക് കേൾക്കൂ. അത് ആ പാട്ടിന്റെയോ അത് പ്രക്ഷേപണം ചെയ്യുന്ന സ്റ്റേഷന്റെയോ കുഴപ്പമല്ലല്ലോ. അത് നമ്മുടെ റിസീവറിന്റെ കുഴപ്പമാണ്. നമ്മൾ ഫ്രീക്വൻസി ശരിയാക്കാത്തതിന്റെ പ്രശ്നമാണ്. വളരെ മനോഹരവും കൃത്യവുമായ ഉപമയാണത്. ഇവിടെ മാറുന്നത് ആ സന്ദേശമോ ആ ഗ്രന്ഥമോ അല്ല, അത് വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന വ്യക്തിയുടെ മനോഭാവമാണ്. താങ്കളുടെ മനോഭാവമാണ് താങ്കൾക്ക് എന്ത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നിർണയിക്കുന്നത്. താങ്കൾ സത്യമറിയണം എന്ന ആഗ്രഹത്തോടെ തുറന്ന മനസ്സോടെയാണ് സമീപിക്കുന്നതെങ്കിൽ അത് താങ്കൾക്ക് വഴികാട്ടിയാകും. അതെ. എന്നാൽ മുൻവിധികളോടെ ഇതിനെ എങ്ങനെയെങ്കിലും എതിർക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് താങ്കൾ സമീപിക്കുന്നതെങ്കിൽ താങ്കളുടെ ആന്തരികമായ റിസീവർ കേടാണ്. സത്യത്തിൽ നിന്ന് താങ്കൾ എത്രത്തോളം അകലെയാണോ നിൽക്കുന്നത് അത്രത്തോളം അവ്യക്തമായിരിക്കും താങ്കൾ കേൾക്കുന്ന കാര്യങ്ങളും. അതുകൊണ്ടാണ് വളരെ ദൂരെ നിന്ന് വിളിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു അന്തിമ വിധിനിർണയമല്ല, മറിച്ച് സത്യത്തോട് താങ്കളുടെ നിലപാടെന്താണ് എന്ന് സ്വയം പരിശോധിക്കാനുള്ള വലിയൊരു ആഹ്വാനമാണ്. അപ്പോൾ ഈ 10 വചനങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പാഠം ഇതാണ്: ചിന്ത എന്നത് വെറുമൊരു തലച്ചോറിന്റെ പ്രവർത്തനം മാത്രമല്ല, അതൊരു വെറും ബയോളജിക്കൽ പ്രോസസ് മാത്രമല്ല, അതൊരു വലിയ ആത്മീയ പരിശീലനമാണ്. ഈ ഗ്രന്ഥം നൽകുന്ന പാഠ്യപദ്ധതി താങ്കൾ എത്രത്തോളം പരിശീലിക്കുന്നുവോ, താങ്കൾ പരിശീലിച്ചെടുത്ത ക്ഷമ എത്രത്തോളമുണ്ടോ, പ്രതിസന്ധികളിൽ താങ്കൾ തിരഞ്ഞെടുക്കുന്ന റെഫറൻസ് ഫ്രെയിമുകൾ എന്തൊക്കെയാണ്, എൻ പോയിന്റിൽ നിന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ താങ്കളുടെ അന്തിമ ലക്ഷ്യമെന്താണ്, ഇവയൊക്കെയാണ് താങ്കളുടെ ഓരോ ചിന്തയുടെയും ഗുണനിലവാരം നിർണ്ണയിക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ട് ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സത്യത്തോടുള്ള താങ്കളുടെ നിലപാടെന്താണ്? അത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നത്ര അടുത്താണോ താങ്കൾ നിൽക്കുന്നത്? അതോ താങ്കൾ തന്നെ സ്വയം അകലം പാലിച്ചുകൊണ്ട് എല്ലാം വെറും ബഹളങ്ങളായി മാത്രം കേൾക്കുകയാണോ? താങ്കളുടെ റേഡിയോ ഫ്രീക്വൻസി ശരിയായ ദിശയിലാണോ എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതെ. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് താങ്കൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരുപക്ഷെ താങ്കളെ അസ്വസ്ഥമാക്കിയേക്കാവുന്ന ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ശാന്തമായ നിമിഷങ്ങളിൽ നമ്മൾ സ്വരൂപിക്കുന്ന ആ ആന്തരിക മൂലധനം ആണ് സമ്മർദ്ദഘട്ടങ്ങളിൽ നമ്മെ നയിക്കുന്നത്, നമ്മെ രക്ഷിക്കുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന, നിരന്തരം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയും അവിടെ കേൾക്കുന്ന അനാവശ്യ ബഹളങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും നമ്മുടെ ഈ മാനസിക ബാങ്ക് അക്കൗണ്ടിൽ എന്താണ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ഷമയാണോ അതോ വെറുപ്പാണോ? അടുത്ത തവണ ഇന്റർനെറ്റിൽ താങ്കൾ ഒരു പ്രകോപനപരമായ വാർത്തയോട് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമന്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ചോദ്യം സ്വയം ചോദിക്കുക: ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇല്ലാത്ത ഒന്നാണോ ഇപ്പോൾ പിൻവലിക്കാൻ ശ്രമിക്കുന്നത്? ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് നന്ദി. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.